കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ്, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇഗ്നോ ഫോക്കസ് 4.0യുടെ ഭാഗമായ നമ്മളുടെ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസിന്റെ ഭാഗമായി PCOC 134 ബികോമിന്റെ പേപ്പറായ ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഡീറ്റെയിൽഡ് ഒരു ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിലുള്ള ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡി ആയിരിക്കും നോക്കുന്നത്. നിങ്ങൾക്ക് അറിയാം, ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ബേസ്ഡ് ആയിട്ടുള്ള പേപ്പറാണ്. നമുക്ക് എന്താണ് ന്യൂമറിക്കൽ പ്രോബ്ലംസും തിയറീസും എല്ലാം ഒരേപോലെ വരുന്നൊരു പേപ്പറാണ്, ഒരു സബ്ജക്റ്റ് ആണ് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. എല്ലാവരും ഇപ്പൊ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ഇതിന്റെ സ്റ്റഡീസിനെ കൂടുതൽ എഫക്റ്റീവ് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ നിങ്ങൾക്കൊന്ന് ഏതൊക്കെ ഇമ്പോർട്ടന്റ് പോർഷൻസ് അല്ലെങ്കിൽ ഏതൊക്കെ ടോപ്പിക്സ് കൂടുതൽ നോക്കണം, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ ബ്ലോക്കിൽ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ള ഒരു ഓവറോൾ ഐഡിയ ഈ ഒരു സെഷനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അറിയാം എന്താണ് ഇഗ്നോ ഫോക്കസ് 4.0 എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വെച്ചിട്ട് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിയതിന്റെ ബേസിസിലാണ് ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത്. അതായത് ഏതൊക്കെയാണ് റിപ്പീറ്റഡ് അല്ലെങ്കിൽ ഏതൊക്കെയാണ് റെക്കറിംഗ് നേച്ചർ, ഏതൊക്കെയാണ് നമ്മളുടെ ടോപ്പിക് ഫ്രീക്വൻസീസ് വരുന്നത് എന്നതെല്ലാം വെച്ചിട്ട് നിങ്ങളിൽ കൂടുതൽ പ്രിപ്പറേഷന് വേണ്ടി ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഏറ്റവും ഹൈൽഡ് ആയിട്ടുള്ള ടോപ്പിക്കും അല്ലെങ്കിൽ ഏറ്റവും കോൺഫിഡൻസോടുകൂടെ അല്ല ഓൾമോസ്റ്റ് ഞാൻ കവറപ്പ് ആയി അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായി എന്നുള്ളൊരു കോൺഫിഡൻസോടുകൂടെ എക്സാംസിന് നിങ്ങളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ സിലബസ് മാപ്പിങ്ങും എക്സാം പാറ്റേൺ അനാലിസിസും എല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അനലൈസ് ചെയ്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ്, അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളുടെ റെക്കറിംഗ് രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ടും ഓരോ ടോപ്പിക് വൈസ് ആയിട്ടും എല്ലാം പറയുന്നുണ്ട്. പിന്നെ പ്രഡിക്റ്റീവ് രീതിയിലുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസിയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഈ ഒരു സെഷനിൽ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യുന്നതായിരിക്കും. ദെൻ ഏറ്റവും ലാസ്റ്റിൽ എല്ലാ നമ്മളുടെ ഇഗ്നോ ഫോക്കസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്താണ് ഒരു മോക്ക് ടെസ്റ്റ് ഉണ്ട് അല്ലെ. ഏറ്റവും ലാസ്റ്റിൽ നമ്മളുടെ ഒരു മോക്ക് ടെസ്റ്റ് കാണും. ആ ഒരു മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ജസ്റ്റ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണോ ഈ ഒരു സൈക്കിളിലേക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻസ് എന്ന ഒരു പാറ്റേൺ അറിയാൻ പറ്റും. അതിന്റെ ആൻസേഴ്സ് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. നമ്മളുടെ ഈ ഒരു സെഷനിൽ ആൻസേഴ്സ് അവൈലബിൾ ആയിരിക്കത്തില്ല, പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വരെ ആയിരിക്കും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതിന്റെ ഒരു എങ്ങനെയാണ് ഈ ഒരു എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് നമുക്കിനി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമുക്ക് കൊടുത്തിരിക്കുന്ന ഒരു സിലബസ് മാപ്പിംഗ്, അതായത് ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ യൂണിറ്റ് വൈസ് ഉള്ള ഒരു സിലബസ് മാപ്പിംഗ് ആണ്. ഇതിനകത്ത് നമ്മൾ നോക്കിയാൽ തന്നെ കാണാം മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിന്റെ ഒരു പാർട്ടിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ കൂടുതൽ അപ്പിയറൻസ് ക്വസ്റ്റ്യൻസിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദെൻ അതിന് തൊട്ട് പുറകെ കാണുന്നത് കാൽക്കുലസിന്റെ പോർഷൻസിൽ നിന്നും, ദെൻ വരുന്നത് യൂണിവേരിയന്റ് അനാലിസിസിന്റെ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നതായിട്ടും, പിന്നെ ബൈവേരിയന്റ് അനാലിസിസിന്റെ പാർട്ടിൽ നിന്നും, ദെൻ ടൈം ബേസ്ഡ് ഡാറ്റ അനാലിസിസ് ഏറ്റവും കുറവ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈം ബേസ്ഡിന്റെ പോർഷനിൽ നിന്നും മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസിന്റെ പോർഷനിൽ നിന്നാണ്. ഏറ്റവും കൂടുതലും വന്നിരിക്കുന്നത് മെട്രിക്സിന്റെ ബ്ലോക്കിൽ നിന്നും, മെട്രിക്സ്, കാൽക്കുലസ്, യൂണിവേരിയന്റ് ഇതിൽ ഇത്രയുമാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു. 2021 തൊട്ട് 2024 വരെയുള്ള അവൈലബിൾ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന് വന്നിരിക്കുന്നത് ഈ ഒരു 3 ബ്ലോക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ടോപ്പിക് ബേസ്ഡുമാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കത് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക്, അതായത് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിൽ നിന്ന് വന്നിരിക്കുന്ന യൂണിറ്റ് 1ലെ
ടൈപ്സ് ഓഫ് മെട്രിക്സ് ആൽജിബ്ര ഇതിൽ നിന്ന് 8 പ്രാവശ്യം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഒരു മീഡിയം റെലവന്റ് എന്ന രീതിയിൽ നമുക്ക് ആ ഒരു ടോപ്പിക്കിനെ പറയാൻ പറ്റും. യൂണിറ്റ് 2 ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ ക്രാമേഴ്സ് റൂൾസ് എന്ന് പറയുന്നത് 10 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അത് ഹൈ ലെവൽ അല്ലെങ്കിൽ ഹൈ കാറ്റഗറി രീതിയിൽ നമുക്ക് പറയാൻ പറ്റും ക്വസ്റ്റ്യനെ. ദെൻ യൂണിറ്റ് 3 ഇൻവേഴ്സ്, അഡ്ജോയിന്റ്, റാങ്ക്, ലീനിയർ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് 11 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഹൈ കാറ്റഗറി തന്നെയാണ് ആ ഒരു പോർഷനും. ദെൻ 4th യൂണിറ്റിലെ ബിസിനസ് ആപ്ലിക്കേഷൻസ്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർഷൻസ് എല്ലാം നമുക്ക് 2 പ്രാവശ്യമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. നമുക്കൊരു ലോ റേഞ്ചിൽ കാറ്റഗറൈസ് ചെയ്യാം ആ ഒരു ടോപ്പിക്കിനെ. ദെൻ കാൽക്കുലസിൽ നിന്ന് യൂണിറ്റ് 5 നിന്ന് ഫങ്ഷൻസ്, ടൈപ്സ്, ബിസിനസ് ഫങ്ഷൻസ് ഇത് ഇത്രയും 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മീഡിയം റേഞ്ച് പറയാം. ദെൻ 6th യൂണിറ്റിൽ നിന്ന് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി അത് 3 പ്രാവശ്യമേ ചോദിച്ചിട്ടുള്ളൂ. ലോ കാറ്റഗറി ആണ്. ദെൻ 7th യൂണിറ്റിലെ ഡിഫറൻസിയേഷൻ, ബേസിക്സ് ആൻഡ് റൂൾസ്, ഡിഫറൻസിയേഷനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ബേസിക്സും റൂൾസും ഒക്കെ 4 പ്രാവശ്യമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. അതിനെ ലോ കാറ്റഗറിയിൽ പറയാം. ദെൻ 8th യൂണിറ്റിലെ മാക്സിമം മിനിമം 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതിനെ നമുക്ക് മീഡിയം കാറ്റഗറിയിൽ പറയാൻ പറ്റും. ദെൻ എലാസ്റ്റിസിറ്റി, മാർജിനൽ, റവന്യൂ, പ്രോഫിറ്റ് ഇത് ഇത്രയും 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് മീഡിയം കാറ്റഗറിയിൽ പറയാം. ദെൻ മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസിലെ 10th യൂണിറ്റിൽ നിന്ന് സിമ്പിൾ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആനിറ്റീസ് അങ്ങനത്തെ പോർഷൻസ് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. മീഡിയം കാറ്റഗറി ആയിട്ട് പറയാം. 11th യൂണിറ്റിലെ പ്രസന്റ് വാല്യൂ ഡിസ്കൗണ്ടിങ് അത് 4 പ്രാവശ്യമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. ലോ കാറ്റഗറി ആയിട്ട് പറയാം. ദെൻ യൂണിവേരിയന്റ് അനാലിസിസിലെ 12th യൂണിറ്റിൽ നിന്നും സ്റ്റാറ്റിസ്റ്റിക്സ്, മീനിങ്, ഫങ്ഷൻസ്, സ്കോപ്പ് ഇതൊക്കെ 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഒരു മീഡിയം കാറ്റഗറി ആണ് ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. 13th യൂണിറ്റിലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി 12 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഏറ്റവും ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ് ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. മസ്റ്റ് ആയിട്ട് കവർ ചെയ്യാൻ നോക്കുക. ദെൻ 4th യൂണിറ്റിലെ ഡിസ്പേർഷൻ, അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ, റേഞ്ച്, CV അതൊക്കെ നമുക്ക് 10 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതും ഒരു ഹൈ റേഞ്ചിൽ നമുക്ക് പറയാൻ പറ്റും. ബൈവേരിയന്റ് അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 15th യൂണിറ്റ് കോറിലേഷൻ, പിയേഴ്സൺസ് കോറിലേഷൻ, റാങ്ക് കോറിലേഷൻ ഇതൊക്കെ നമുക്ക് 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അത് മീഡിയം കാറ്റഗറിയിലും. റിഗ്രഷൻ, ലീസ്റ്റ് സ്ക്വയേഴ്സ് എന്ന പോർഷൻസ് ഒക്കെ 5 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിനെ മീഡിയം കാറ്റഗറിയിൽ പറയാൻ പറ്റും. ടൈം ബേസ്ഡ് ഡാറ്റ അനാലിസിസ് അത് 17 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. 17th യൂണിറ്റിലാണ് 17th യൂണിറ്റിലെ ഇൻഡെക്സ് നമ്പേഴ്സ്, ടൈപ്സ്, ടെസ്റ്റ് ഇത് നമുക്ക് 6 പ്രാവശ്യമാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതിനെ നമുക്ക് മീഡിയം കാറ്റഗറി ആയിട്ട് പറയാൻ പറ്റും. 18th യൂണിറ്റിലെ ടൈം സീരീസ്, കമ്പോണൻസ്, ട്രെൻഡ്സ് അത് നമുക്ക് 4 പ്രാവശ്യമാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. അതിലെ ലോ കാറ്റഗറി ആണ്. 5 പ്രാവശ്യത്തിൽ താഴെ നമ്മൾ ചോദിച്ചതുവരെ ആ ഒരു പോർഷൻ കണ്ടിട്ടുള്ളൂ. നെക്സ്റ്റ് നമുക്ക് റെലവൻസ് അല്ലെങ്കിൽ എന്തിന്റെ ബേസിലാണ് ഇത് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 5 പ്രാവശ്യത്തിൽ കുറവ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ നമ്മൾ ലോ കാറ്റഗറിയിലും 5 തൊട്ട് 9 വരെ ചോദിച്ചിരിക്കുന്ന നമ്മൾ മീഡിയം കാറ്റഗറിയിലും 10 പ്രാവശ്യത്തിലോ 10ൽ കൂടുതലോ പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുള്ളതിന് നമ്മൾ ഹൈ കാറ്റഗറി എന്ന രീതിയിലുമാണ് ഈ ഒരു ടേബിൾ നമ്മൾ അനലൈസ് ചെയ്തത്. ദെൻ ഹീറ്റ് മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ജസ്റ്റ് ഒക്കറൻസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓരോ യൂണിറ്റിൽ നിന്നും ഉള്ളത് അല്ലെങ്കിൽ ഓരോ ബ്ലോക്ക് വൈസ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. മെട്രിക്സിൽ നിന്ന് ഓരോ യൂണിറ്റിലും എത്രത്തോളം ചോദിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ ഫസ്റ്റിൽ നിന്ന് ഒരു 8 പ്രാവശ്യം ഫ്രീക്വൻസി വന്നിട്ടുണ്ട്. സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് 10 പ്രാവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസുമായിട്ടുള്ള ഒരു ഹീറ്റ് മാപ്പാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ആ ഒരു ഇപ്പൊ നമ്മൾ ബോക്സിൽ പറഞ്ഞത്. ദെൻ ഇതിന്റെ ഒക്കെ ഒരു അനാലിസിസിൽ നമ്മളുടെ ഈ ഒരു ബോക്സിന്റെ ഇൻസൈഡ് ബോക്സിന്റെ ഒരു അനാലിസിസിൽ നമ്മുടെ ടോപ്പ് 3 ഹൈ യീൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും മസ്റ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട ഒരു 3 ടോപ്പിക്സ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ്? ഇൻവേഴ്സ് ആൻഡ് ലീനിയർ ഇക്വേഷൻസ്. അതായത് ബ്ലോക്ക് 3 മെട്രിക്സിന്റെ പോർഷൻ ആണ്. യൂണിറ്റ് 3 ഫ്രീക്വന്റ്ലി ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു തിയറി ബേസ്ഡ് ആയിട്ടും ന്യൂമറിക്കൽ ബേസ്ഡ് ആയിട്ടും ഒക്കെ നമുക്ക് ബിസിനസ് ആപ്ലിക്കേഷൻ വാല്യൂസ് ഒക്കെ വരുന്ന ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ് ഇൻവേഴ്സ് ആൻഡ് ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഹൈ ടെൻഡൻസി ഉള്ള അല്ലെങ്കിൽ ഹൈ ഫ്രീക്വൻസി ഉള്ള ഒരു കാറ്റഗറി സെൻട്രൽ ടെൻഡൻസി ആൻഡ് ഡിസ്പേർഷൻ, അതായത് ബ്ലോക്ക്
യൂണിവേരിയന്റിന്റെ ബ്ലോക്കിലാണ്. യൂണിറ്റ് 13, 14 പോർഷനിലാണ് വരുന്നത്. അപ്പിയറൻസ് എവറി സെഷൻ, എല്ലാ സെഷൻസിലും അല്ലെങ്കിൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു സെൻട്രൽ ടെൻഡൻസിയുമായിട്ട് റിലേറ്റ് ചെയ്തുള്ളത്. അതായത് ഡയറക്റ്റ് കമ്പ്യൂട്ടേഷനോ അല്ല ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസോ ഒക്കെ ഇതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു പോർഷൻ ഒരിക്കലും നിങ്ങൾ വിട്ടുപോകരുത്, മസ്റ്റ് ആയിട്ട് കവറപ്പ് ചെയ്ത് തന്നെ പോവുക. ദെൻ ഡിറ്റർമിനൻസ് ആൻഡ് കാർനസ് റൂൾ എന്ന് പറയുന്നത് മെട്രിക്സിന്റെ ബ്ലോക്കിൽ നിന്നാണ്. യൂണിറ്റ് 2-ലെയാണ്. ഇതൊരു കമ്പൽസറി നേച്ചറിൽ റെക്കറിംഗ് രീതിയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഡിറ്റർമിനൻസ് അല്ലെങ്കിൽ ക്രാമേഴ്സ് റൂൾസ് എന്ന് പറയുന്നത്. അതും മസ്റ്റ് ആയിട്ട് നിങ്ങൾ കവർ ചെയ്യാൻ നോക്കുക. ഇത് 3 നമ്മളുടെ ഒരു ടോപ്പ് 3 ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട്, അതായത് നമുക്ക് വന്നിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് നമുക്ക് ഇതിന്റെ ഒരു മാർക്ക് റേഞ്ചും കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അല്ലെങ്കിൽ എക്സാം പാറ്റേൺ വെച്ചിട്ടൊന്ന് നോക്കി കഴിഞ്ഞാൽ ലോങ് ന്യൂമറിക്കൽ പ്രോബ്ലംസ്, അതായത് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒത്തിരി സ്റ്റെപ്സ് വരുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് സാധാരണ ചോദിക്കും. അതിന് 8 to 12 മാർക്സ് ആണ് സാധാരണ കണ്ടുവരുന്നത്. അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് മൾട്ടി സ്റ്റെപ്പ് കാൽക്കുലേഷൻസ്, പല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാൽക്കുലേഷൻസും 8 to 120 വേർഡ്സിൽ വരുന്ന വർക്കിംഗ് നോട്ട്സും ഡീറ്റെയിൽസും ആൻസേഴ്സും ഒക്കെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ലോങ് ന്യൂമറിക്കൽ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഷോർട്ട് ന്യൂമറിക്കൽ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ 4 to 6 മാർക്സ് ആണ് അതിന് വരിക. അതിന് സിംഗിൾ റിസൾട്ടും കാര്യങ്ങളും മറി 30 to 60 വേർഡ്സിൽ അതിന്റെ വർക്കിംഗ് നോട്ട്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ ആൻസർ പ്രസന്റ് ചെയ്യണം. ഡെഫിനിഷൻ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സ് ചോദിച്ചു കഴിഞ്ഞാൽ 3 to 5 മാർക്സിനായിരിക്കും ചോദിക്കുന്നത്. അതിന് 35 to 50 വേർഡ്സിൽ അതിന്റെ ആൻസേഴ്സ് എഴുതുകയും അതിന്റെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും കൊടുക്കുകയും ചെയ്യണം. ദെൻ എസ്ഐ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ല ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ 8 to 10 മാർക്സിനാണ് സാധാരണ ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് പ്രസന്റ് ചെയ്യുമ്പോൾ 120 വേർഡ്സ് തൊട്ട് 150 വേർഡ്സ് വരെയുള്ള രീതിയിൽ ആൻസേഴ്സ് പ്രസന്റ് ചെയ്യുകയും അതിനകത്ത് മൾട്ടി പാർട്ടും അല്ലെങ്കിൽ കൺസെപ്ച്വൽ കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തൊരു പ്രസന്റേഷൻ വേണം നമ്മൾ ആ ഒരു ആൻസേഴ്സിൽ കൊടുക്കാൻ. ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ 1 to 2 മാർക്സിനാണ് നോർമലി ചോദിക്കുന്നത്. ഒരു 1 to 2 ലൈൻസിൽ മാത്രം നമ്മൾ ആൻസേഴ്സ് നിന്നാൽ മതി, ഡയറക്റ്റ് ആൻസർ മതി, ഒത്തിരി എക്സ്പ്ലനേഷൻസും കാര്യങ്ങളും അതിനകത്ത് കൊടുക്കേണ്ടി വരുന്നില്ല. ദെൻ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേസ് സ്റ്റഡി ആണ്. അത് വളരെ റെയർ ആയിട്ട് നമ്മുടെ ബിസിനസ് മാത്തമാറ്റിക്സ് ചോദിക്കാറുള്ളൂ. ഇൻ കേസ് ചോദിച്ചാൽ തന്നെ അതൊരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് 150 to 180 വേർഡ്സിന് വേണം നമ്മൾ എഴുതാൻ. അതിനകത്ത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ബിസിനസ് കോണ്ടെക്സ്റ്റ് എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്ത് നമ്മളൊരു ആൻസർ വേണം പ്രസന്റ് ചെയ്യാൻ. അപ്പം ഇത് ഇത്രയുമാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ടൈപ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ടൈപ്സ് പേപ്പേഴ്സിൽ വരാൻ ചാൻസ് ഉള്ളത്. നമ്മളുടെ ഓരോ സ്റ്റെപ്സും അതനുസരിച്ച് തന്നെ നോക്കി തന്നെ ചെയ്യും. ഇപ്പൊ ലോങ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ചോദിക്കുന്നതെങ്കിൽ അതിന് 8 തൊട്ട് 12 മാർക്ക് വരെയാന്ന് പറഞ്ഞു. അപ്പൊ അതനുസരിച്ചുള്ള സ്റ്റെപ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തിരിക്കും. എക്സാമ്പിൾ ആയിട്ട് അതിനകത്ത് വരാൻ ചാൻസ് ഉള്ളത് കണ്ടോ, ലീനിയർ ഇക്വേഷൻസിന്റെ പ്രോബ്ലം, മീൻ ഡീവിയേഷൻസും കാര്യങ്ങളും, റിഗ്രഷൻ അനാലിസിസ്, ഇതുപോലത്തെ പോർഷൻസ് ഒക്കെ ഈ ലോങ് ന്യൂമറിക്കൽ പ്രോബ്ലം എന്ന രീതിയിലാണ് വരാൻ ചാൻസ്. ദെൻ എസ്ഐ ടൈപ്പിൽ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ അതിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഷോർട്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുമ്പോൾ അതിനകത്ത് സിമ്പിൾ ഇൻട്രസ്റ്റ്, മെട്രിക്സ് ഓപ്പറേഷൻസ്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഷോർട്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസിനകത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ 4-6 മാർക്കിനുള്ളിൽ ക്വസ്റ്റ്യൻസ് വരുന്ന പോലെ. പിന്നെ ഷോർട്ട് നോട്ട്സ്, ഡെഫിനിഷൻസും കാര്യങ്ങളും വരുമ്പോൾ ഒരു 5 മാർക്കിനുള്ളിലാണ് വരുന്നത്. ട്യൂനസ് പോലത്തെ പോർഷൻസ് ഒക്കെ ഇല്ലേ, അരിത്തമെറ്റിക് മീൻ, അതിന്റെ ഒരു നോട്ട് പ്രിപ്പയർ ചെയ്യുക, അതൊക്കെ ഈ ഒരു ഷോർട്ട് നോട്ട്സിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇനി അതിൻ്റെ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, ഒരു കാറ്റഗറി അല്ലെങ്കിൽ ഒരു അനാലിസിസ് നോക്കിക്കഴിഞ്ഞാൽ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിന്റെ പോർഷനിൽ നിന്നും ഒരു ആവറേജ്
22 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ലാസ്റ്റ് 5 സെഷൻസിൽ വന്നിട്ടുണ്ട്. ഒരു 22% ക്വസ്റ്റ്യൻസ് എന്ന് പറയാം മാർക്കിന്റെ. ദെൻ കാൽക്കുലസ്, അതായത് ഫങ്ഷൻസ് ഇൻക്ലൂഡ് ചെയ്ത് കാൽക്കുലസിന്റെ പോർഷനിൽ നിന്ന് 19 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് ലാസ്റ്റ് 5 സെഷൻസിലായിട്ട്. മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസിന്റെ പോർഷനിൽ നിന്ന് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. യൂണിവേരിയന്റ് അനാലിസിസിന്റെ പോർഷനിൽ നിന്ന് 21 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ബൈവേരിയന്റ് അനാലിസിസിന്റെ പോർഷനിൽ നിന്ന് 13 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും ടൈം ബേസ്ഡ് ഡാറ്റ അനാലിസിസിന്റെ പാർട്ടിൽ നിന്ന് 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുമാണ് നിലവിൽ ഇതുവരെ വന്ന് കണ്ടിട്ടുള്ളത്. ദെൻ പാറ്റേൺ, നമുക്ക് ഞാൻ പറഞ്ഞു മുമ്പേ നമ്മൾ കുറെ പാറ്റേൺസ് ഉണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസിലെന്ന് പറഞ്ഞല്ലേ. അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മളുടെ ഈ ഒരു ബിസിനസ് മാത്തമാറ്റിക്സിന്റെ പ്രോബ്ലം പേപ്പറിൽ വരുന്നത് എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നോർമലി ലോങ് ന്യൂമറിക്കൽ ആൻസേഴ്സ് പണ്ട് 2021 32% ക്വസ്റ്റ്യൻസേ ഉള്ളായിരുന്നു. ബട്ട് ഇപ്പൊ കറന്റ് അത് 38%ഓളം ക്വസ്റ്റ്യൻസ് ലോങ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. 2024 38% ആയിട്ട് അത് അതിന്റെ ടൈപ്പ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. SI ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് 22% നേരത്തെ ചോദിക്കത്തുള്ളത് 23% ആയിട്ട് ഇൻക്രീസ് ചെയ്ത് SI ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കാര്യത്തിൽ ഒരു ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. ദെൻ ഷോർട്ട് ന്യൂമറിക്കൽ അല്ലെങ്കിൽ ഡെഫിനിഷൻ ക്വസ്റ്റ്യൻസ് ഒരു 40% ക്വസ്റ്റ്യൻസ്, അതായത് ഒരു പേപ്പറിൽ 40% ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡെഫിനിഷൻ എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സാമിന് റെഡി ആവുന്ന സമയത്ത് നമുക്കറിയാം ഇതിന് എത്രയാണ് 3 hours വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലേ. 180 minutes ആണ് വരുന്നത്, 3 hours ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യന് എങ്ങനെ അലോട്ട് ചെയ്യണം ടൈം എന്ന രീതിയിൽ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. അതായത് ഒരു ലോങ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് എങ്കിൽ അതിനൊരു 65 minutes ആ ലോങ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് കവർ ചെയ്യാൻ വേണ്ടി എടുക്കുക. ദെൻ നമുക്ക് ഒരു 45 minutes എടുത്ത് എന്ത് എഴുതാം, ഒരു SI ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 45 minutes കൂടുതൽ എടുക്കാൻ നിൽക്കണം. അത്രയും മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ ആ ഒരു SI ടൈപ്പ് ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ നോക്കണം. ദെൻ നമ്മളുടെ ഷോർട്ട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് വല്ലതും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു 40 minutes കൊടുക്കാം. ദെൻ നമ്മുടെ ഷോർട്ട് നോട്ട്സ്, ഡെഫിനിഷൻസ് അങ്ങനത്തെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതിനൊരു 30 minutes കൊടുക്കാം. അപ്പൊ നമുക്ക് എന്താണ് എല്ലാം കൂടെ ഒരു അറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു 5 to 10 minutes നമുക്കൊരു ലാസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി, ലാസ്റ്റിൽ എല്ലാം കറക്റ്റ് ആണോ ചെക്ക് ചെയ്തോ, എല്ലാം അറ്റൻഡ് ചെയ്തോ, എന്തെങ്കിലും വിട്ടുപോയതുകൊണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു ടൈം കൂടെ കിട്ടും. ഇങ്ങനെ നമ്മൾ ടൈം അറേഞ്ച് ചെയ്ത് ലോങ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന് ഒരു 65 minute, പിന്നെ SIക്ക് ഒരു 45 minute, ഷോർട്ട് ന്യൂമറിക്കൽ പ്രോബ്ലത്തിന് 40 minute, പിന്നെന്താണ് ഡെഫിനിഷനും ഷോർട്ട് നോട്ട്സും വരുമ്പോൾ 30 minute, അരമണിക്കൂർ എന്ന രീതിയിൽ ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എക്സാമിൽ ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ദെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ഉള്ള ടോപ്പിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അതിൻ്റെ അകത്ത് ഒന്ന് നമുക്ക് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഡിഫൈൻ മെട്രിക്സ്, ഡിസ്കസ് ഇറ്റ്സ് ടൈപ്സ് ഓഫ് എക്സാമ്പിൾസ്. മെട്രിക്സ് ഡിഫൈൻ ചെയ്യുക, അതിന്റെ ടൈപ്സ് എക്സാമ്പിൾ സഹിതം ചെയ്യുക. അത് 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. സോൾവ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിംഗ് മെട്രിക്സ് ഓർ കാംസ് റൂൾ. അത് 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. തേർഡ് വൺ, എക്സ്പ്ലെയിൻ ആൻഡ് കാൽക്കുലേറ്റ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതായത് മീൻ, മീഡിയം, മോഡ് ഫ്രം ദ ഡാറ്റ. ഒരു താഴെ ഡാറ്റാസ് തന്നിട്ട് അതിൽ നിന്ന് ഇത് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുന്നത് 9 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ വിത്ത് എക്സാമ്പിൾ അല്ലെങ്കിൽ കാൽക്കുലേഷൻ സഹിതം ചെയ്യുന്നതിന് 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഫിഫ്ത് വൺ, കാൽക്കുലേറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആൻഡ് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഓഫ് ഫോർ ഗിവൺ ഡാറ്റ. അത് 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റ് സിമ്പിൾ ഓർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓർ പ്രസന്റ് വാല്യൂ ഫോർ എ ഗിവൺ സിനേറിയോ. അത് 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ദെൻ ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ആൻഡ് ടൈപ്സ് ഓഫ് ഡിസ്പെർഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതും 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. Then eighth one, find maxima or minima for the function using derivatives. അത് 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. കൺസെപ്റ്റ്, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ്, കൺസ്ട്രക്ഷൻ ആൻഡ് യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. അത് 8 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദെൻ റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ മൂവിംഗ് ആവറേജ് ആൻഡ് ടൈം സീരീസ് കമ്പോണൻസ്. അത് 6 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് എത്രയുമാണ് നമ്മുടെ ടോപ്പ് 10 ടോപ്പിക്സ് എന്ന് പറയാൻ പറ്റുന്നത്. ദെൻ ഈ ടോപ്പിക്സിന്റെ ബേസിസിൽ തന്നെ അത് ഏത് ബ്ലോക്ക് ആണ്, എത്ര പ്രാവശ്യം അല്ലെങ്കിൽ ആവറേജ് എത്ര മാർക്ക് വന്നെന്നും കൂടെ നോക്കാം. നമുക്ക് ഡിഫൈൻ മെട്രിക്സ് അല്ലെങ്കിൽ ഡിസ്കസ് ഇറ്റ്സ് ടൈപ്സ് വിത്ത് എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ബ്ലോക്കിലെയാണ്. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിന്റെ യൂണിറ്റ് 1 ആണ്.
അതായത് 8 പ്രാവശ്യം വന്നിട്ടുണ്ട്, അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഒരു 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ദെൻ സോൾവ് ലീനിയർ ഇക്വേഷൻസ്, ഇത് മെട്രിക്സും കാർനസ് റൂളും ചോദിച്ചിരിക്കുന്നത് മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിന്റെ ബ്ലോക്കിൽ നിന്ന് തന്നെ യൂണിറ്റ് 2 3 രണ്ടിനകത്തും കൂടെ മിക്സപ്പ് ചെയ്താണ് 8 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 8.5 മാർക്സിനാണ് ആവറേജ് ചോദിച്ചിട്ടുള്ളത്. ദെൻ വരുന്നതെന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് മീൻ മീഡിയൻ മോഡ്, അതായത് നമ്മളുടെ കുറച്ച് ഡേറ്റാസ് വന്നിട്ട് അതിൽ നിന്ന് മീനും മീഡിയനും മോഡും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് യൂണിവേരിയന്റ് ബ്ലോക്കിൽ നിന്നാണ്. യൂണിറ്റ് 13 ആണ് വരുന്നത്. അതിൽ നിന്ന് 9 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. 7.5 മാർക്സിനാണ് ആവറേജ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. ദെൻ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ, അതായത് കാൽക്കുലേഷൻ സഹിതമുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ബൈവേരിയന്റ് പോർഷൻ ആണ്. യൂണിറ്റ് 15 16ലാണ് അത് പറഞ്ഞിരിക്കുന്നത്. 8 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് 7 മാർക്സ് എന്ന രീതിയിൽ. Then calculate standard deviation and coefficient of variation. യൂണിവേരിയന്റ് ബ്ലോക്ക് ആണ്. യൂണിറ്റ് 14 ആണ്. 7 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. 6.5 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പോർഷൻ ഫിനാൻസിന്റെ ബ്ലോക്കിലാണ്. യൂണിറ്റ് 10 to 11ലാണ് അത് കൊടുത്തിരിക്കുന്നത്. 7 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. 6 മാർക്സിനാണ് ആവറേജ് വന്നിട്ടുള്ളത്. ദെൻ ടൈപ്സ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിസ്പെർഷൻ എന്ന് പറയുന്ന യൂണിവേരിയന്റിന്റെ പാർട്ടാണ്, ബ്ലോക്കിലാണ്. അതും യൂണിറ്റ് 14ലാണ് വന്നിട്ടുള്ളത്. 7 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. 4.5 മാർക്സിനാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ഫൈൻഡ് മാക്സിമ ഓർ മിനിമ ഫോർ എ ഫംഗ്ഷൻ, അത് കാൽക്കുലസിന്റെ ബ്ലോക്ക് ആണ്. യൂണിറ്റ് 8ലാണ്. 7 പ്രാവശ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട്. 6.5 മാർക്സ് ആണ് ആവറേജ് വന്നിട്ടുള്ളത്. കൺസെപ്റ്റ് കൺസ്ട്രക്ഷൻ യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്, ഇത് ടൈം ബേസ്ഡിന്റെ പോർഷൻ ആണ്, ബ്ലോക്ക് ആണ്. യൂണിറ്റ് 17ലാണ് ഈ ഒരു പോർഷൻ വരുന്നത്. അത് 8 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അത് 6 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. നോട്ട്സ് ഓൺ മൂവിംഗ് ആവറേജ് അല്ലെങ്കിൽ ടൈം സീരീസ്, അത് ടൈം ബേസ്ഡിന്റെ പോർഷൻ തന്നെയാണ്, ബ്ലോക്കിൽ തന്നെയാണ്. യൂണിറ്റ് 18ലെ പോർഷൻ ആണ്. 6 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. 4.5 മാർക്സിനാണ് ആവറേജ് വന്നിട്ടുള്ളത്. ദെൻ നമുക്കിപ്പം നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു സജഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇത്രത്തോളം വന്നിരിക്കുന്ന ഒരു അനാലിസിസിന്റെ ബേസിൽ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ ഇപ്പൊ ഇത്രയും പറഞ്ഞിരിക്കുന്ന പോർഷൻസ് അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന പോർഷൻസും കാര്യങ്ങളും ഒരു അറ്റ്ലീസ്റ്റ് 2 ടൈംസ് എങ്കിലും എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ആ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ റിപ്പീറ്റ് ചെയ്ത് വന്നു. അപ്പൊ അതൊക്കെ നമുക്ക് ഹൈ ഫ്രീക്വൻസി വരുന്ന ക്വസ്റ്റ്യൻസ് ഒരു അത്യാവശ്യം ഒരു 2 പ്രാവശ്യമെങ്കിലും ഒന്ന് പ്രാക്ടീസ് ചെയ്തോ, ഒന്ന് എഴുതി നോക്കിയോ, ചെയ്ത് നോക്കിയോ, പഠിച്ചോ, എന്ത് ചെയ്ത പറഞ്ഞു നോക്കിയോ, എങ്ങനെയാണോ നിങ്ങൾക്ക് പറ്റുന്നത് ആ രീതിയിൽ നിങ്ങൾ 2 പ്രാവശ്യമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസും തിയറി ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്സപ്പ് ചെയ്ത് രണ്ടും ഒരേപോലെ തന്നെ പഠിക്കുക. അല്ലെങ്കിൽ തിയറിയിൽ മാത്രം അല്ലെങ്കിൽ ന്യൂമറിക്കൽ മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഫോക്കസ് ചെയ്ത് രണ്ടും അറ്റൻഡ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റഡീസ് വേണം നമ്മൾ ഫോർമുലേറ്റ് ചെയ്ത് വരാൻ. അതേപോലെ തന്നെ എത്രത്തോളം ഞാൻ മാർക്ക് ചെയ്ത് എത്രത്തോളം എഴുതിയാൽ എത്രത്തോളം കിട്ടും അല്ലെങ്കിൽ എത്രത്തോളം ക്ലിയർ ആകും ആൻസേഴ്സ് എന്ന രീതിയിൽ നമ്മളൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്ത് ഒരു മോഡൽ സൊല്യൂഷൻ ഒക്കെ വെച്ച് നോക്കി ഒന്ന് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി തന്നെ നമ്മളുടെ സ്റ്റഡീസ് എഫക്റ്റീവ് ആക്കുക. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പി ജി ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, പി ജി, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ്ലി നിങ്ങൾ പഠിക്കാൻ നോക്കുക. ആ ഒരു 5 മിനിറ്റ് എടുത്ത് എന്താണ് നിങ്ങളൊന്ന് ആൻസേഴ്സ് ഒക്കെ ഒന്ന് പറഞ്ഞ് അതിന്റെ ഒരു ഔട്ട്ലൈൻ ഒക്കെ ഒന്ന് ചിന്തിച്ച് നോക്കി ഏകദേശം ഇതിനകത്ത് എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം, ഇത് ഇതിന്റെ ഉത്തരം എഴുതുമ്പോൾ എന്തൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യണം എന്നൊരു ഐഡിയ ഒക്കെ നമ്മൾ വരുത്തി നോക്കി ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പം ഇതിന്റെയൊക്കെ സ്റ്റഡീസിന്റെ ബേസിസിൽ ഏറ്റവും പ്രോബബിൾ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോർഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അതായത് ഫസ്റ്റ് ബ്ലോക്കിലെ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിലെ യൂണിറ്റ് 1ലെ ടൈപ്സ്, പ്രോപ്പർട്ടീസ് ആൻഡ് എക്സാമ്പിൾസ് ഓഫ് മെട്രിക്സ്, അത് 80% പ്രോബബിലിറ്റി ഉള്ളതാണ്. ഹൈ കാറ്റഗറിയിൽ വരുന്ന ഒരു ടോപ്പിക് ആണ്, അത് നോക്കുക. ദെൻ മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസിൽ തന്നെ സോൾവ് ലീനിയർ ഇക്വേഷൻസ്, അത്
80% പ്രോബബിലിറ്റി ഉള്ളതാണ്. അതും ഹൈ പ്രോബബിൾ കാറ്റഗറിയിൽ വരുന്നു. യൂണിവേരിയന്റ് അനാലിസിസിലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി 90% പ്രോബബിലിറ്റി ഉണ്ട്. അതായത് മസ്റ്റ് ആയിട്ട് കവർ ചെയ്യേണ്ട പോർഷൻ ആണ്, ഹൈ കാറ്റഗറി ആണ്. യൂണിവേരിയന്റ് അനാലിസിസ് തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആൻഡ് ഡിസ്പെർഷൻ ഉണ്ട്. അത് 70% കാറ്റഗറിയിൽ വരുന്നു, ഹൈ കാറ്റഗറി തന്നെയാണ്. ദെൻ കോറിലേഷൻസ് വേഴ്സ് റിഗ്രഷൻസ്, അത് തിയറിയോ പ്രാക്ടിക്കലോ രണ്ട് രീതിയിലും ചോദിക്കാറുണ്ട്. അത് 70% പ്രോബബിലിറ്റി ഉണ്ട്, ഹൈ കാറ്റഗറി ആണ്. കാൽക്കുലസിലെ മാക്സിമം മിനിമം ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നതൊക്കെ എന്താണ്, ഡെറിവേറ്റീവ്സ് ത്രൂ എന്താണ് മാക്സിമം മിനിമം ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോർഷൻസ് ഒക്കെ ഉണ്ട്. അത് 70% പ്രോബബിലിറ്റി ഉണ്ട്, ഹൈ കാറ്റഗറി ആണ്. ദെൻ സിമ്പിൾ അല്ലെങ്കിൽ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും പ്രസന്റ് വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് നമുക്ക് മീഡിയം റേഞ്ച് എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന പ്രോബബിലിറ്റി ആണ് ആ ഒരു പോർഷന് വരുന്നത്. ദെൻ ടൈം ബേസ്ഡ് ഡാറ്റ അനാലിസിസിലെ തന്നെ ഇൻഡെക്സ് നമ്പേഴ്സ്, അതായത് അതിന്റെ കൺസ്ട്രക്ഷൻസ് യൂസസും ഒക്കെ 70% പ്രോബബിലിറ്റി ആണ്, ഹൈ കാറ്റഗറി ആണ്. ദെൻ ടൈം സീരീസിലെ മൂവിങ് അല്ലെങ്കിൽ ആവറേജ് കമ്പോണൻസ് 50% പ്രോബബിലിറ്റി ഉണ്ട്, മീഡിയം റേഞ്ച് ആണ്. ടൈപ്സ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിസ്പെർഷൻ ഒക്കെ 60% പ്രോബബിലിറ്റി ആണുള്ളത്, മീഡിയം റേഞ്ച് ആയിട്ട് പറയാൻ പറ്റും. ദെൻ നമുക്ക് കാൽക്കുലസിന്റെ പോർഷനിൽ ഡിഫറൻഷ്യൽ ഓഫ് ഗിവൺ ഫംഗ്ഷൻസ്, അതായത് നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ വരുന്നത്, ഷോർട്ട് ആൻസേഴ്സ് ആയിട്ട് എഴുതേണ്ടത് 30% പ്രോബബിലിറ്റി ആണുള്ളത്, ലോ കാറ്റഗറി ആണ്. കാൽക്കുലസിൽ തന്നെ ഫംഗ്ഷൻസ്, ആൾജിബ്രയ്ക്ക്, ബിസിനസ് എക്സെട്ര അതുപോലത്തെ സംഭവങ്ങളൊക്കെ എന്താണ് 30% പ്രോബബിലിറ്റി ആണ് വരുന്നത്, ലോ കാറ്റഗറി ആണ്. ദെൻ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് അനാലിസിസ് ഇൻ ബിസിനസ് മെട്രിക്സിന്റെ പോർഷനിലാണ് 20% പ്രോബബിലിറ്റി ഉള്ളൂ, ലോ കാറ്റഗറി ആണ്. ലാസ്റ്റ് വൺ, അതായത് ഇൻഡെക്സ് നമ്പേഴ്സ് ഇൻ ടെസ്റ്റ്, അത് നമുക്ക് 20 പ്രാവശ്യമേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ, പ്രോബബിലിറ്റി ആയിട്ട് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, ലോ കാറ്റഗറിയിലാണ് പ്രഡിക്റ്റബിലിറ്റി വരുന്നത്. അതായത് നമ്മളുടെ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്ന് കണ്ടിട്ടുള്ളതും വരാൻ ചാൻസ് ഉള്ളതുമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു പ്രോബബിൾ ടേബിൾ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ദെൻ വരുന്നത് ഹൈ പ്രയോറിറ്റി ലിസ്റ്റ്, അതായത് ഏറ്റവും കൂടുതൽ ഹൈ പ്രയോറിറ്റിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ടോപ്പിക്സിന്റെ ലിസ്റ്റ് ആണ്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് മെട്രിക്സ് ആൻഡ് പ്രോപ്പർട്ടീസ്, അതായത് മെട്രിക്സിന്റെ ടൈപ്സും പ്രോപ്പർട്ടീസും നമുക്ക് ഹൈ പ്രയോറിറ്റി വരുന്നതാണ്. ദെൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോൾവിങ് ലീനിയർ ഇക്വേഷൻസ് അല്ലെങ്കിൽ മെട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് അല്ലെങ്കിൽ ക്രാമർ ഇക്വേഷൻസ് ഒക്കെ ഇല്ലേ, അത് നമുക്ക് ഹൈ പ്രയോറിറ്റി ആണ്. സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ, മോഡ് ഹൈ പ്രയോറിറ്റി ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് ആൻഡ് ഡിസ്പെർഷൻ ഹൈ പ്രയോറിറ്റി ആണ്. ദെൻ അതിനകത്ത് കമ്പ്യൂട്ടേഷൻസും കാര്യങ്ങളും എല്ലാം വരണം. ദെൻ കോറിലേഷൻസ് വെസ് റിഗ്രഷൻ, അത് തിയറി ബേസ്ഡ് ആണെങ്കിലും പ്രോബ്ലം ബേസ്ഡ് ആണെങ്കിലും ഇമ്പോർട്ടന്റ് ആണ്. മാക്സിമം ഓർ മിനിമ, അത് ഡെറിവേറ്റീവ്സിന്റെ ബേസിസിൽ മാക്സിമം ഓർ മിനിമ എന്ന് പറയുന്ന പോർഷൻ നമുക്ക് ഹൈ പ്രയോറിറ്റി ആയിട്ട് പറയാൻ പറ്റും. ദെൻ ഇൻഡെക്സ് നമ്പേഴ്സ്, അതിന്റെ കൺസ്ട്രക്ഷന്, യൂസസ്, ഈ ഒരു പോർഷനും എന്താണ് നമുക്ക് ഹൈ പ്രയോറിറ്റി റേഞ്ചിലാണ് പറയാൻ പറ്റുന്നത്. ദെൻ മീഡിയം പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പ്രസന്റ് വാല്യൂ ഫിനാൻസിൽ വരുന്നത്. ദെൻ ടൈം സീരീസിലെ മൂവിങ് ആവറേജ്, കമ്പോണൻസ്, അങ്ങനത്തെ പോർഷൻസ്. ടൈപ്സ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഡിസ്പെർഷൻ, ഇത് ഇത്രയുമാണ് നമ്മളുടെ മീഡിയം പ്രയോറിറ്റി വരുന്നത്. ഹൈ പ്രയോറിറ്റിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ ലെന്ത് അല്ലെങ്കിൽ കൂടുതൽ പ്രാവശ്യം ചോദിച്ചു കണ്ടിരിക്കുന്നത് കൊണ്ട് അത് സ്റ്റെപ്പ് വൈസ് ആയിട്ട് കാൽക്കുലേഷൻസ്, എക്സ്പ്ലനേഷൻസ് നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നോക്കുക. ഈ മീഡിയം പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സിന് എന്താണ്, നമുക്കൊരു ഫ്ലാഷ് കാർഡ്സോ അല്ലെങ്കിൽ മോക്ക് ആൻസേഴ്സ് ഒക്കെ വെച്ചിട്ട് അതിനെ നല്ല രീതിയിൽ ഒന്ന് കവറപ്പ് ചെയ്യാൻ നോക്കുക. ദെൻ ലോ പ്രയോറിറ്റി വരുന്ന ടോപ്പിക്സ് ആയ ഷോർട്ട് ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ കാൽക്കുലസ്, ടാസ്ക്, ഫങ്ഷൻസ് ടൈപ്സ്, ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് അനാലിസിസ്, ഇൻഡെക്സ് നമ്പർ, ഇൻഡെക്സ്, ഈ ഒരു പോർഷൻസ് ഒക്കെ എന്താണ് ഒരു ചെറിയൊരു ക്വിക്ക് നോട്ട്സും അല്ലെങ്കിൽ മൈൻഡ് മാപ്പ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു പോർഷൻസ് കവറപ്പ് ചെയ്യാൻ നോക്കുക. അപ്പം നമ്മൾ ഹൈ പ്രയോറിറ്റി ടോപ്പിക്സിൽ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മീഡിയം പ്രയോറിറ്റിക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ കവറപ്പ് ചെയ്യാൻ നോക്കുക. ലോ പ്രയോറിറ്റി എന്ന് പറയുന്നത് നോക്കണ്ടെന്നല്ല, നോക്കണം, പക്ഷെ മറ്റേതിന് ഇച്ചിരി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന രീതിയിൽ കൺസിഡർ ചെയ്ത് എല്ലാ പോർഷൻസും കവർ ചെയ്ത് പോകുക കേട്ടോ. ദെൻ ഈ ഒരു അനാലിസിസിന്റെ ബേസിസിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുന്ന ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു എന്താണ് ഈ ഒരു ജൂൺ എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ആയിരിക്കാം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് നമുക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു നമ്മളുടെ നോർമൽ ക്വസ്റ്റ്യൻ പേപ്പർ പോലെ തന്നെ മാക്സിമം 100 മാർക്കിന് 3 മണിക്കൂർ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഈസ് കമ്പൽസറി, ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്. പിന്നെന്താണ് പാർട്ട് എയും പാർട്ട് ബി ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഓൾ ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്സ്, എല്ലാത്തിനും എന്താണ് ഈക്വൽ മാർക്സ് ആണ് വരുന്നത് എന്ന രീതിയിൽ. പാർട്ട് എ
അത് കൊടുത്തിരിക്കുന്നത് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ കമ്പൽസറി ആന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എന്താണ് ആൻസർ ദ ഫോളോയിങ് എനി ഫോർ. അതിനകത്തൊന്ന് 4 മസ്റ്റ് ആയിട്ട് ആൻസർ ചെയ്യണം. അതിനകത്ത് ഫസ്റ്റ് 1 കമ്പൽസറി ആന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് വേണം എഴുതാൻ. ആൻസർ എനി 2 ക്വസ്റ്റ്യൻസ് ഫ്രം ദിസ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് കമ്പൽസറി പോയിന്റ്സ് ആണ്. അതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കവറപ്പ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കാം. ഡിഫൈൻ എ ഡയഗണൽ മെട്രിക്സ് വിത്ത് ആൻ എക്സാമ്പിൾ. അത് ഏതിനകത്തുനിന്നായിരിക്കും വരുന്നത്? ബ്ലോക്ക് 1 മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ് ആണ്. ടൈപ്സിന്റെ പോർഷനിൽ നിന്നായിരിക്കും ഈ ഒരു ടോപ്പിക്ക് വരുന്നത്. Then what is the difference between a symmetric and a skew symmetric matrix? അത് ബ്ലോക്ക് 1 മെട്രിക്സിന്റെ പോർഷൻ തന്നെയാണ്. Then third one, അതായത് ക്വസ്റ്റ്യൻ നമ്പറിന്റെ തേർഡ് സബ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് 1 റിയൽ ലൈഫ് ബിസിനസ് ആപ്ലിക്കേഷൻസ് ഓഫ് കാർണർസ് റൂള്. അത് ഫസ്റ്റ് ബ്ലോക്കിൽ നിന്നാണ്, ആപ്ലിക്കേഷന്റെ പാർട്ടാണ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ വരുന്നത് ഫോർത്ത് സബ് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ഫോർമുല ഫോർ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ഈച്ച് ടേം. അതും ബ്ലോക്ക് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസിന്റെ ബ്ലോക്ക് ആണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പാർട്ടാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീൻ മീഡിയൻ ഫോർ എ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. അത് യൂണിവേരിയന്റിന്റെ പാർട്ടാണ്, സെൻട്രൽ ടെൻഡൻസിയുടെ പോർഷൻ ആണ് വരുന്നത്. ദെൻ യൂണിറ്റ് 1 ക്വസ്റ്റ്യൻ നമ്പർ 1 ബി പാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ആൻസർ ദ ഫോളോയിങ്. അതായത് ഇനി 4 ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്ന് എന്താണ് ഏതെങ്കിലും 4 ആൻസർ ചെയ്യണം. ഡിഫൈൻ ദ ടേം റിഗ്രഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്. അത് ബൈവേരിയന്റ് അനാലിസിസിന്റെ പോർഷൻ ആണ്. വാട്ട് ഈസ് മെൻ ബൈ ബേസ് ഇയർ ആൻഡ് കറന്റ് ഇയർ ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. അത് സെക്കൻഡ് പാർട്ട് ആണ്. അത് ഇൻഡെക്സ് നമ്പേഴ്സിന്റെ പോർഷനിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ടേം മോഡ് വിത്ത് എ ബ്രീഫ് എക്സാമ്പിൾ. മോഡിനെ കുറിച്ച് എന്ത് ചെയ്യാം, എക്സാമ്പിൾ സഹിതം എക്സ്പ്ലെയിൻ ചെയ്യുക. വാട്ട് ഡസ് ദ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഇൻഡിക്കേറ്റ്. CV എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡിസ്പെർഷന്റെ പോർഷൻ ആണ്. അത് പോയിന്റ് ഔട്ട് ചെയ്യുക. Then state the main difference between moving average and least squares method in time series method. Time series method അനുസരിച്ച് എന്ത് ചെയ്യുക? മൂവിങ് ആവറേജും ലീസ്റ്റ് സ്ക്വയേഴ്സിന്റെ മെത്തേഡ്സ് ഒന്ന് അനലൈസ് ചെയ്ത് ഡിഫറൻസ് എഴുതുക. ഇത് ഇത്രയുമാണ് ക്വസ്റ്റ്യൻ നമ്പർ 1 ബിക്കകത്തുള്ളത്. അതിൽ നിന്ന് 4 എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 1 A പാർട്ടിൽ നിന്ന് 4 എഴുതണം. Then വരുന്നത് and attempt any 2 questions from this part. ഈ പാർട്ടിൽ നിന്ന് എന്ത് ചെയ്യണം? ഏതെങ്കിലും 2 ആൻസർ ചെയ്യണം. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 2 20 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. A business produces 3 products A, B and C. The market supply of demand for these are represented by the system of equation. Equation അനുസരിച്ച് അതിന്റെ ഡിമാൻഡ് കാണിച്ചിട്ടുണ്ട്. 2x plus 3y plus z is equal to 320. X plus 4y plus 2z is equal to 410. 3x plus 2y plus 5z is equal to 530. ഇങ്ങനെയാണ് A, B, C എന്ന് പറയുന്ന 3 പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് സോൾവ് ദ quantities x, y and z using the matrix inverse method. Matrix inverse method വെച്ചിട്ട് x, y, z ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ബി ചോദിച്ചിരിക്കുന്ന ഇന്റർപ്രറ്റ് യുവർ റിസൾട്ട് ഇൻ ബിസിനസ് കോണ്ടെക്സ്റ്റ്. അതായത് നമ്മളുടെ വാല്യൂ കണ്ടുപിടിക്കുക മാത്രമല്ല, നമ്മുടെ ബിസിനസ് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് എന്ത് ചെയ്യുക, അതിന്റെ റിസൾട്ട് നമ്മൾ ഇന്റർപ്രറ്റ് ചെയ്യുകയും കൂടെ വേണം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3 വരുന്നത് ഗിവൺ ദ ഫങ്ഷൻസ്. അതായത് f of x is equal to 4x cube minus 12x square plus 6x plus 10. അതിന്റെ ബേസില് find all local maxima and minima using the first and second derivative test. A പാർട്ടിലും ഡിയിൽ ചോദിച്ചിരിക്കുന്നത് comment on the significance of these points for a cost function in economics. അത് കാൽക്കുലസിന്റെ പോർഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. Then question number 4 ചോദിച്ചിരിക്കുന്നത് you deposit 20,000 in a savings account offering 8% per annum compounded quarterly. Calculate. നമ്മൾക്ക് 20,000 ഡെപ്പോസിറ്റ് എന്നും 8% per annum ആണ് കോമ്പൗണ്ടഡ് ക്വാർട്ടർലി എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ബേസിൽ നമ്മൾ കുറച്ച് കാൽക്കുലേഷൻസ് ചെയ്യണം. ഫസ്റ്റ് വൺ ദ എമൗണ്ട് ആഫ്റ്റർ 5 years കഴിഞ്ഞിട്ടുള്ള എമൗണ്ട്, ദ എഫക്റ്റീവ് ആനുവൽ റേറ്റ്, ദെൻ ദ പ്രസന്റ് വാല്യൂ ഇഫ് ദ മെച്ചൂരിറ്റി എമൗണ്ട് ഈസ് നീഡഡ് ടുഡേ അസ്യൂമിംഗ് ദ സെയിം ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 5 years. വന്നിരിക്കുന്നത് മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസിൽ നിന്നാണ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പോർഷൻ ആണ് ഇതിനകത്ത് വരുന്നത്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ?
അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഫിഫ്ത് ക്വസ്റ്റ്യൻ വരുന്നത് ഫോർ ദ ഡാറ്റ സെറ്റ്. അതും 20 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. ക്ലാസ് ഇന്റർവെൽസ് കൊടുത്തിട്ടുണ്ട് 10 to 20, 20 to 30, 30 to 40, 40 to 50, 50 to 60. നമുക്ക് ക്ലാസ് ഇന്റർവെൽസ് ആണ് തന്നിരിക്കുന്നത്. ഫ്രീക്വൻസിയും പറഞ്ഞിട്ടുണ്ട് 8, 15, 20, 10, 7. ഇത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ദെൻ സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ആൻഡ് ഇന്റർപ്രറ്റ് ഇറ്റ്സ് മീനിങ് ഇൻ ദ ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി അതെന്ത് ചെയ്യണം? അതിന്റെ റിസൾട്ട് ഇന്റർപ്രറ്റ് ചെയ്യുകയും വേണം. നമ്മൾ ആൻസേഴ്സ് കണ്ടുപിടിച്ചിട്ട് മാത്രം നമ്മുടെ അത് ക്വസ്റ്റ്യൻ തീരുന്നില്ല. അതിന്റെ ഇന്റർപ്രിട്ടേഷനും കൂടെ കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് തീരത്തുള്ളൂ. അപ്പൊ അതത്രയുമാണ് നമ്മളുടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്പർ 5 ചെയ്യേണ്ടത്. അതും സെൻട്രൽ ടെൻഡൻസിയുടെ പോർഷനിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ പാർട്ട് ബി ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പോർഷൻ നോക്കിക്കഴിഞ്ഞാൽ ആൻസർ ചെയ്ത 2 ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളുടെ ഈ ഒരു പാർട്ടിൽ നിന്ന് ഏതെങ്കിലും 2 ആൻസർ ചെയ്താൽ മതി. ഫസ്റ്റ്, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 6 ചോദിച്ചിരിക്കുന്ന 20 മാർക്കിന് ഒരു ബൈവേരിയൻ ഡാറ്റ തന്നിട്ടുണ്ട് എക്സിന്റെ വൈയുടെ ബേസിസിൽ. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എക്സിന്റെ വാല്യൂസ് 12, 16, 19, 22, 25, വൈവിന്റെ വാല്യൂസ് 30, 35, 40, 44, 47. ഇതിന്റെ ബേസിസിൽ നമ്മൾ കാൽക്കുലേറ്റ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, ദെൻ എസ്റ്റിമേറ്റ് റിഗ്രഷൻ ഇക്വേഷൻസ് ഓഫ് y ഓൺ x. ഇത് ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതും കോറിലേഷന്റെ പോർഷനിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. 7th ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എ കമ്പനീസ് കോസ്റ്റ് ആൻഡ് റവന്യൂ ഡാറ്റ ഓവർ 5 years ഇൻ ഗിവൺ. 5 വർഷത്തെ നമ്മളുടെ കമ്പനീസിന്റെ കോസ്റ്റും റവന്യൂയും തന്നിട്ടുണ്ട്. തൗസൻഡ്സിലാണ് എമൗണ്ട് കൊടുത്തിരിക്കുന്നത്. 2020 180 കോസ്റ്റും റവന്യൂ 210 ഉണ്ടായിരുന്നു. 2021 ആയപ്പോൾ 200ഉം 220യുമായി. 2022 ആയപ്പം 220 കോസ്റ്റും 240 റവന്യൂമായി. 2023 23 കോസ്റ്റും 230 കോസ്റ്റും 255 റവന്യൂമായി. 2024 250 കോസ്റ്റും 80 റവന്യൂമായി. ഈ ഡാറ്റയുടെ ബേസിസിൽ നമ്മൾ യൂസിങ് ദ ലീസ്റ്റ് സ്ക്വയേഴ്സ് മെത്തേഡ് ഫിറ്റ് എ ട്രെൻഡ് ലൈൻ ഫോർ കോസ്റ്റിന് എന്ത് ചെയ്യണം? ട്രെൻഡ് ലൈൻ ചെയ്യണം. ബി പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന പ്രഡിക്ട് റവന്യൂ ഫോർ 2026 അസ്യൂമിംഗ് ദ സെയിം ട്രെൻഡ് കണ്ടിന്യൂസ്. ടൈം സീരീസിന്റെ പാർട്ടാണ് ഈ ഒരു ഇതിൽ ചോദിച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഇതിന്റെ ആൻസർ ചെയ്യേണ്ടതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 8 ചോദിച്ചിരിക്കുന്നത് ഗിവൺ ദ ഫോളോയിങ് ഡേറ്റ ഫോർ ദ കമ്മോഡിറ്റീസ് ഓഫ് ദ 2 year. 2 വർഷത്തെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. പ്രൈസും ക്വാണ്ടിറ്റി ആണ് കൊടുത്തിരിക്കുന്നത് 2023 24. അതിനകത്ത് ടീക്ക് 100 രൂപയും എന്താണ് 50 ആണ് ക്വാണ്ടിറ്റി കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഷുഗർ 45, 80, ഓയിൽ 150, 30, ഫ്ലോർ 40, 75. 2024 ആയപ്പോഴത്തേന് ടീക്ക് 120, 55 ആയി. ഷുഗർ 60 പ്രൈസും 82 ക്വാണ്ടിറ്റിയുമായി. ഓയിൽ 180 പ്രൈസും 35 ക്വാണ്ടിറ്റിയുമായി. ഫ്ലോർ 50 പ്രൈസും 78 ക്വാണ്ടിറ്റിയുമായി. ഇതിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കാൽക്കുലേറ്റ് ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സിന് പ്രൈസ് ഇൻഡെക്സ് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ വൈ ദ ഇൻഡെക്സ് ഈസ് കോൾഡ് ഐഡിയൽ. എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻഡെക്സ് മെത്തേഡിനെ നമ്മൾ ഐഡിയൽ എന്ന് പറയുന്നത്? അതും എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് ഇത്രയും ഇൻഡെക്സ് നമ്പേഴ്സിന്റെ പോർഷനിൽ നിന്നാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 9 പറഞ്ഞിരിക്കുന്നത് ഡിസ്കസ് ദ വേരിയസ് ടൈപ്സ് ഓഫ് ഡിസ്പെർഷൻ ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് for the following data, compute the range, quartile deviations and mean deviation. Data തന്നിരിക്കുന്നത് 18, 21, 24, 27, 29, 34, 36, 38, 41. ഇതിന്റെ ബേസിസിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കണം. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഉണ്ട്, മീൻ ഡീവിയേഷൻ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ കമ്പ്യൂട്ട് ചെയ്യുക. ഡിസ്പെർഷന്റെ പോർഷൻ ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇതൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നിങ്ങൾക്ക് ഒരു അനലൈസ് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് ജസ്റ്റ് പ്രിപ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയുള്ളൊരു
നമ്മളുടെ ഒരു അനാലിസിസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഇതിന്റെ ബേസിൽ നമ്മൾക്കൊന്ന് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് 10 പോർഷൻസും ടോപ്പ് 5 ടോപ്പിക്സും എല്ലാം പറയുന്നുണ്ട്. ഇതിന്റെ ബേസിൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് നല്ലൊരു മാർക്കോട് കൂടെ തന്നെ ജയിക്കാൻ പറ്റും. നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാ ബ്ലോക്കും കവറപ്പ് ചെയ്യുന്ന രീതിയിൽ പ്രോബ്ലവും തിയറി എല്ലാം കവറപ്പ് ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോകുക. അതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു ടെൻഡൻസി അനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പോർഷനും ടച്ച് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ നമ്മളുടെ ഈ ഒരു സൈക്കിളിൽ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിലും നിങ്ങളുടെ പ്രിപ്പറേഷൻസിലും അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു എക്സാം ആവട്ടെ, നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ. ഈ പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ആൻസേഴ്സ് നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ അത് വെച്ചിട്ട് കവർ ചെയ്യുക. എല്ലാവർക്കും ഹാപ്പി ആയിട്ട് നല്ല രീതിയിൽ എക്സാംസ് നല്ല മാർക്കോടുകൂടി ജയിക്കാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.